മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി എന്നുള്ള വാർത്ത നേരത്തെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് വി ജോയ്ക്ക് എതിരായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇറങ്ങിപ്പോക്ക്. അദ്ദേഹം CPM വിടുമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അമൽ തേനമ്പറമ്പിൽ ഇപ്പോൾ മംഗലപുരത്ത് നിന്നും ചേരുകയാണ്. അമൽ, അവിടെയുള്ള ആളുകളുടെ പ്രതികരണം, അവിടെയുള്ള പാർട്ടി പ്രവർത്തകരുടെ, അവിടെയുള്ള ആളുകൾ എന്താണ് സംഭവിച്ചതെന്ന് ഉൾപ്പെടെയാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. എന്താണ് റിപ്പോർട്ട് ചെയ്യാനാകുന്നത്? അക്ഷയ, CPM മംഗലാപുരം ഏരിയ സമ്മേളനം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. ആ സമ്മേളനം നടത്തേണ്ട ആൾ തന്നെ ആ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോരുന്നു. ആ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് ശേഷം പാർട്ടി വിടുകയാണ് എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ മധു മുല്ലശ്ശേരി തന്നെ നമുക്കൊപ്പം ചേരുന്നു. മംഗലാപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഇന്നിപ്പോൾ ആ ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നു. പുതിയൊരു ഏരിയ സെക്രട്ടറിയും അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോരലിന് കാരണം? ഇറങ്ങിപ്പോക്കലിന് കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചു കാലമായി വി ജോയ് ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷമുള്ള കാര്യങ്ങളാണ്. ഞാൻ 8 കൊല്ലം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. 6 കൊല്ലം പാർട്ടി ഏരിയ സെക്രട്ടറി ആയി. കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആനാവൂർ നാഗപ്പനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത വിഭാഗീയ പ്രവർത്തനമാണ് ഒരു കൊല്ലക്കാലമായി സെക്രട്ടറിയായ വി ജോയ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മംഗലാപുരം ഏരിയ കമ്മിറ്റിയെ തന്നെ പല തട്ടിലാക്കുന്ന സമീപനമാണ് വി ജോയ് നടത്തിയിട്ടുള്ളത്. പല തട്ടിലാക്കിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഏരിയ കമ്മിറ്റി കൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ വി ജോയി കൊണ്ടുവച്ചു. അതെല്ലാം വിഭാഗീയതയുടെ ഭാഗമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 8 കൊല്ലക്കാലം സെക്രട്ടറി ആയിരിക്കുമ്പോൾ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോഴും 6 കൊല്ലം ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴും പുതിയ ഏരിയ കമ്മിറ്റിയാണ്, പുതിയതായി രൂപീകരിച്ച പാർട്ടി ഏരിയ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി വന്നതിന് ശേഷം 6 കൊല്ലമായി ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട്. ഒരു ഏരിയ സെക്രട്ടറിയെ മാറ്റുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണം. ഒന്നീ ഏരിയ സമ്മേളനത്തിൽ പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് എതിരായിട്ട് വിമർശനം വരണം. ഇന്നലെ നടന്ന പാർട്ടി ഏരിയ സമ്മേളന പ്രതിനിധി ചർച്ചയിൽ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും എനിക്കെതിരായിട്ടുള്ള വിമർശനം വന്നില്ല. അല്ലെങ്കിൽ 6 കൊല്ലത്തെ പ്രവർത്തനം മോശമാണ് പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ളതിൽ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനം, പാർട്ടി ഇടുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല, അങ്ങനെ ഒരു വിമർശനം വരണം. പാർട്ടി ഇടുന്ന എല്ലാ പ്രവർത്തനങ്ങളും അച്ചടക്കത്തോടെ കൃത്യമായി നടത്തുന്ന ഒരു പാർട്ടിയാണ്. അതിന് ഉദാഹരണമാണ് പുതിയ ഏരിയ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം നാദനിലായി കിടന്ന പാർട്ടി ഏരിയ കമ്മിറ്റിയെ 6 മാസം കൊണ്ട് വലിയൊരു തുകയ്ക്ക് സ്ഥലം വാങ്ങി അതിമനോഹരമായ ഒരു ഏരിയ കമ്മിറ്റി ആഫീസ് നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഒരു ഉത്തമ ഉദാഹരണം. 16 ലക്ഷം രൂപയാണ് അതിൽ ബാലൻസ് വന്നത്. ഒരു ഏരിയ കമ്മിറ്റിക്കും അങ്ങനെ നടത്താനായിട്ട് കഴിയുന്നില്ല. പാർട്ടി തീരുമാനപ്രകാരം പാർട്ടി ലോക്കൽ കമ്മിറ്റികളിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കണമെന്നുള്ള തീരുമാനമുണ്ട്. അത് കൃത്യമായി നടപ്പാക്കിയ ഇതിനാണ്. ദേശാഭിമാനി പത്രം അതിൻ്റെ വർക്ക് കൃത്യമായി നടക്കുന്നതാണ്. സമര പ്രവർത്തനങ്ങൾ, പാർട്ടി ഇടുന്ന നയപരമായ കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായി നടത്തുന്ന ഒരു പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. ഒരു കാര്യമില്ലാതെ രാവിലെ 9 മണിക്ക് ഞാൻ അറിയുകയാണ് പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മുല്ലശ്ശേരി മധുവിനെ മാറ്റുകയാണ്. എന്ത് കാര്യം ഞാൻ പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചു, എന്തിനാണ് എന്നെ മാറ്റുന്നത്? 2 ടൈമായി, ഇനി ഒരു ടൈമും കൂടെ എനിക്കിരിക്കാം, എന്തെങ്കിലും കാര്യം വേണ്ട. അപ്പം ഇതെല്ലാം ജോയി നടത്തി വന്ന വിഭാഗീയ പ്രവർത്തനമാണ്. ഇങ്ങനെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ താഴെ നമ്മളെ പാർട്ടിയെ സംബന്ധിച്ചോളം പാർട്ടി സെക്രട്ടറിമാരാണ് ഫുൾ അതോറിറ്റി. പാർട്ടി സെക്രട്ടറിമാർ, ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ സെക്രട്ടറിമാർ ആണ് പാർട്ടിയുടെ നേതൃത്വപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ ജോയി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും എനിക്ക് പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം വി ജോയിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചില വിമർശനങ്ങൾ താങ്കൾക്കുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? അതായത് ജോയി ജയിക്കാൻ വേണ്ടിയല്ല മത്സരിച്ചത്, അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അത് ശരിയാണോ? ശരിയാണ്. സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിന് അതിന് പഞ്ചായത്ത് ഇലക്ഷനിലായിരുന്നാലും അസംബ്ലി ഇലക്ഷനായിരുന്നാലും പാർലമെന്റ് ഇലക്ഷനായിരുന്നാലും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ വി ജോയി മത്സരിച്ചത് ജയിക്കുന്നതിന് വേണ്ടിയല്ല, തോക്കുന്നതിന് വേണ്ടിയാണ്. തോറ്റപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് വി ജോയി. സ്ഥാനാർത്ഥികൾ സാധാരണ തോക്കുമ്പോൾ അവർ നടത്തിയ പ്രവർത്തനം ഇതെല്ലാം കൊണ്ടുകൊണ്ട് വിഷമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വി ജോയി തോറ്റപ്പോൾ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. എന്തിനാ? പാർട്ടി നേതൃത്വം കയ്യിൽ ഒതുക്കണം, മറ്റുള്ള പരിപാടികൾ നടക്കണം, വലിയ സാമ്പത്തിക സ്രോതസ്സാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ള വിമർശനം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങൾ പറയുന്നതാണ് വലിയ സാമ്പത്തിക സ്രോതസ് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നതാണ്, നമ്മളെ പാർട്ടിക്ക് ഒരു രീതിയുണ്ട്, നാളെ രാവിലെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊരു പ്രസ്താവന വരും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനു മുമ്പേ ഞാൻ പാർട്ടി
ഏരിയ സമ്മേളനത്തിൽ നിന്ന് രാവിലെ തന്നെ ഞാൻ ഏരിയ സമ്മേളനത്തിൽ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചാണ്. പക്ഷേ എനിക്ക് ചോദിക്കണമല്ലോ എന്താണെന്നുള്ളത്. അതെല്ല നേതാക്കളുടെ അടുത്ത് ചോദിച്ചു. കടകംപള്ളി സുരേന്ദ്രൻ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് സംസാരിച്ച് ഇങ്ങനൊരു തീരുമാനം എടുക്കരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഒരു കാരണവശാലും ജോയി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി ആയിട്ട് എനിക്ക് തുറന്നു പോകാനായിട്ട് പറ്റില്ല. താങ്കൾ ഒറ്റയ്ക്കാണോ അതോ ഒപ്പം പ്രവർത്തകരുമുണ്ടോ? പ്രവർത്തകരുണ്ട്. ഇന്നിപ്പോൾ 1 മണിക്കാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പല BJPയുടെ നേതാക്കൾ എന്നെ വിളിച്ചിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം വേണം. ജില്ലാ സെക്രട്ടറി താങ്കൾക്കെതിരെ മാത്രമാണോ നീക്കം നടത്തുന്നത്, അതോ ജില്ലയിലെ മറ്റ് നേതാക്കന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നുണ്ട്? ഉണ്ടെന്ന് പല ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർക്ക് വിമർശനമുണ്ട്. താങ്കൾ ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ആളാണ്. അപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ ജില്ലയിൽ വിഭാഗീയത ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ആരോപണത്തിന് കുറച്ചുകൂടിയൊക്കെ ആ ആരോപണം ഉന്നയിക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതില്ലേ? കാര്യങ്ങൾ പറയേണ്ടതാണ്. എനിക്ക് കൂടുതൽ പോകാനായിട്ട് പറ്റില്ലല്ലോ. എനിക്ക് എൻ്റെ ഏരിയ കമ്മിറ്റിയുടെ കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. 6 മാസക്കാലത്ത് അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ള ജില്ലാ സെക്രട്ടറിമാരെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടോ? അന്നൊന്നും ഇല്ലാത്ത വിഭാഗീയ പ്രവർത്തനമാണ് ഈ ജില്ലാ സെക്രട്ടറി വന്നതിന് ശേഷം മംഗലപുരത്തും ജില്ലയിലാകെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പല ഏരിയ സെക്രട്ടറിമാരും തുറന്നു പറയാനായിട്ട് മടിക്കുന്നു. എനിക്കതിൻ്റെ പേടിയില്ലാത്തതുകൊണ്ട് പറയുന്നു. ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. ദീർഘകാലമായി തുറന്നു വരുന്ന അതാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്ട് 1982 മെമ്പർഷിപ്പിൽ വന്ന ഒരാളാണ് ഞാൻ. ദീർഘകാലമായി പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പാർട്ടി ലോക്കൽ സെക്രട്ടറി വരെ മുതൽ പാർട്ടി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയവരാണ്. മംഗലാപുരത്തിൻ്റെ പൾസ് അറിയാവുന്നൊരു നേതാവാണ് ഞാൻ. വളരെ ഗുരുതരമായൊരു കാര്യം കൂടി ഇതിനിടയ്ക്ക് പറഞ്ഞു പോയി. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ തോതിൽ സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കി, സമ്പത്തുണ്ടാക്കി. അത് ബിജോയുടെ കാര്യത്തിലാണോ പറഞ്ഞത്? അതാണ് ഉണ്ടാക്കി എന്ന് ഞാൻ പറയുന്നതല്ല, ജനങ്ങൾ പറയുന്നതാണ്. വലിയ സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എനിക്ക് വേണ്ടി ജോയി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും എനിക്ക് ഇനി തുടർന്ന് ഇതിനകത്ത് നിന്ന് പോകാനായിട്ട് പറ്റില്ല. പാർട്ടി എന്ത് തീരുമാനം എടുത്താലും അത് അംഗീകരിക്കാനായിട്ട് തയ്യാറാണ്.